ഇന്ന് പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നത്. കേന്ദ്ര നയത്തിനെതിരെ കേരളത്തിന്റെ സമരം നാളെ. കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ ഡൽഹിയിൽ നാളെ നടക്കുന്ന LDF സമരം ഭരണഘടനയെ സംരക്ഷിക്കാനെന്ന് മുഖ്യമന്ത്രി. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ലാളനയും മറ്റിടങ്ങളിൽ പീഡനവും എന്നതാണ് കേന്ദ്ര നയം. തോറ്റു പിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്നതാണ് ലക്ഷ്യം. രാജ്യമാകെ കേരളത്തോടൊപ്പം അണിചേരുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. NDA ഇതര ഭരണമുള്ള 17 ലാളനയും മറ്റുള്ളിടങ്ങളിൽ പീഡനവും എന്നതാണ് സമീപനം. ഡൽഹിയില് കേരളം ഒരു സവിശേഷമായ സമരമാണ് നടത്തുന്നത്. തോറ്റ് പിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ. രാജ്യമാകെ ഈ സമരത്തിന് പിന്തുണയുമായി കേരളത്തോടൊപ്പം നിലകൊള്ളുകയാണ്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ പേര് പോലും ഇല്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യമായ എയിംസിന് ഒരു പരിഗണനയും കിട്ടിയില്ല. സിൽവർ ലൈൻ പദ്ധതിക്ക് സമാനമായ പദ്ധതികൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കേന്ദ്രം പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ കേരളത്തോട് മാത്രം കടുത്ത വിവേചനമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. 2021-22 സാമ്പത്തിക വർഷത്തിൽ മാത്രം 12,000-ഓളം രൂപയാണ് വെട്ടിക്കുറച്ചത്. അടുത്ത സാമ്പത്തിക വർഷങ്ങളിലും ഈ വെട്ടിക്കുറവ് തുടരുകയാണ്. നടപ്പ് വർഷത്തിൽ 7,000 കോടി രൂപയുടെ വെട്ടിക്കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന 30% വീടുകൾക്ക് മാത്രമാണ് കേന്ദ്ര സഹായം ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലൈഫ് പദ്ധതിയിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് നൽകിയില്ലെങ്കിൽ ചെറിയ തുക പോലും അനുവദിക്കില്ലെന്ന നിലപാട് അംഗീകരിക്കാനാകില്ല. വീട് ആരുടെയും ഔദാര്യമല്ല, അവകാശമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ അടിച്ചേൽപ്പിക്കുന്ന ബ്രാൻഡിംഗ് ജനാധിപത്യ വ്യവസ്ഥയോടുള്ള വെല്ലുവിളി കൂടിയാണ്. സംസ്ഥാന സർക്കാർ ഗണ്യമായ അധിക വിഹിതം നൽകിയാണ് ലൈഫ് പദ്ധതി നടപ്പാക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഒരു ബ്രാൻഡിങ്ങിനും തയ്യാറല്ല. ഓരോരുത്തരുടെയും വീട് ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ് എന്നതാണ് ഞങ്ങളുടെ നിലപാട്. എന്നാൽ ലൈഫ് പദ്ധതി കീഴിൽ നിർമ്മിക്കുന്ന ഈ വീടുകളിൽ കേന്ദ്ര പദ്ധതിയുടെ ബോർഡ് വെക്കണം, അല്ലെങ്കിൽ കേന്ദ്രം നൽകുന്ന ചെറിയ വിഹിതം പോലും അനുവദിക്കുകയില്ല. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഏത് തരത്തിലേക്കാണ് സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുന്നത് എന്നതിന് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്, ഒപ്പം അവഗണനയെക്കുറിച്ച് പറയുമ്പോൾ ബജറ്റിൽ എങ്ങനെയാണ് കേരളത്തിന് അവഗണന എന്നത് പറയുന്നു. ഈ തരത്തിലേക്ക് എങ്ങനെയാണ് ഇത് അതിജീവനത്തിനായുള്ള സമരമാണ്, ആരെയും തോൽപ്പിക്കാനല്ല എന്ന് മുഖ്യമന്ത്രി സമർത്ഥിച്ചത്? അനുജ, ഈ ഡൽഹിയിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സമരം ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു സമരം നടത്തേണ്ടി വന്നത് എന്ന സാഹചര്യം വിശദീകരിക്കുന്നതിനാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചത്. സവിശേഷമായ സാഹചര്യത്തിലെ അനിവാര്യമായ പ്രതിഷേധം എന്നാണ് മുഖ്യമന്ത്രി ഈ സമരത്തെ വിശേഷിപ്പിച്ചത്. ആരെയും തോൽപ്പിക്കാൻ ലക്ഷ്യം വെച്ചല്ല സമരം, മറിച്ച് സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ ലക്ഷ്യം വെച്ചാണ് സമരമെന്നും രാജ്യമാകെ കേരളത്തോടൊപ്പം ഈ സമരത്തിന് ഉണ്ടാകും എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ലാളനയും പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് അതേസമയം പീഡനവുമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. പാർലമെന്റും രാഷ്ട്രപതിയും അംഗീകരിച്ച 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ എക്സിക്യൂട്ടീവ് തീരുമാനത്തിലൂടെ അട്ടിമറിച്ചുവെന്നും ഫെഡറൽ തത്വങ്ങൾക്കും ഭരണഘടനയ്ക്കും വിരുദ്ധമായ നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നും സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരിക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം ശ്രമിക്കുന്നത് എന്നും അത് പ്രതിപക്ഷ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുമാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം തന്നെ സംസ്ഥാനം നൽകുന്ന തുച്ഛമായ തുകയ്ക്ക് പോലും ബ്രാൻഡിങ്ങിനായി നിർബന്ധിക്കുന്നു. അത് നൽകിയില്ലെങ്കിൽ, നടപ്പാക്കിയില്ലെങ്കിൽ ആ തുക പോലും നൽകില്ല എന്ന നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്നു. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണ് എന്നും
കൂടാതെ സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധികളിലൂടെ പ്രളയവും മഹാമാരിയും അടക്കമുള്ള കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ കേന്ദ്രം ഒരു തരത്തിലുള്ള സഹായവും നൽകിയില്ല എന്ന് മാത്രമല്ല പരമാവധി സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കാനുള്ള ശ്രമമുണ്ടായി എന്നും ഇതിനെല്ലാമുള്ള ഒരു പ്രതിഷേധമാണ് ഈ സമരം എന്നുമാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഒപ്പം തന്നെ കർണാടക കോൺഗ്രസ് ഈ സമരത്തിന് പിന്തുണ നൽകിയതിനെയും മുഖ്യമന്ത്രി സ്വാഗതം ചെയ്യുകയും ഒപ്പം മറ്റ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഈ സമരത്തിന് പിന്തുണയായി എത്തും എന്ന് താൻ പ്രതീക്ഷിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അനുജ, അതിജീവനത്തിനായുള്ള സമരമാണ്, ആരെയും തോൽപ്പിക്കാനല്ല, സവിശേഷമായൊരു സമരമാണ് നാളെ നടക്കാനിരിക്കുന്നത് എന്നതാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരായ സമരം പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തി പ്രകടനമാക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. ഇന്ത്യ സഖ്യത്തിലെ ഭൂരിഭാഗം കക്ഷികളും സമരത്തിൽ പങ്കെടുക്കും. കോൺഗ്രസ് വിട്ടുനിൽക്കുന്നതിനെതിരെ LDF നേതാക്കൾ രൂക്ഷ വിമർശനം തുടർന്നു. സമരം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, NCP അധ്യക്ഷൻ ശരത് പവാർ, കപിൽ സിബൽ, ഫറൂഖ് അബ്ദുള്ള തുടങ്ങിയവരും DMK, RJD എന്നീ പാർട്ടികളുടെ പ്രതിനിധികളും പ്രതിഷേധത്തിന്റെ ഭാഗമാകും. സമരം ന്യായമായ ആവശ്യങ്ങൾക്കെന്നും വിട്ടുനിൽക്കാനുള്ള കോൺഗ്രസ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നും സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് 24 പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമില്ല. ഇപ്പോൾ 2 വർഷം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളം നമ്മളോടൊരു ചിറ്റമ്മ നയമാണ് കാണിക്കുന്നത്. ഇന്ന് മറ്റ് സംസ്ഥാനങ്ങൾ ഇത് അംഗീകരിച്ചിരിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകണ്ടേ? നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ UGCയുടെ ഗ്രാൻറ്റുകളും UGC സഹായങ്ങളും ലഭിക്കണ്ടേ? എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചു. ഇവിടെ ധനകാര്യ മാനേജ്മെന്റിൽ ഗവൺമെന്റ് ചെലുത്തിയ വൻ പരാജയം അതാണ് ഇന്നിവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. സമരത്തിന് പിന്തുണയുമായി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ഇടത് സർവീസ് സംഘടനകൾ കേരള ഹൌസിൽ ബോർഡുകൾ സ്ഥാപിച്ചു. സമരത്തിന് പിന്തുണ തേടി എല്ലാ BJP NDA ഇതര മുഖ്യമന്ത്രിമാർക്കും പിണറായി വിജയൻ കത്തയച്ചിരുന്നു. എന്നാൽ ദേശീയ ഇടത് ഐക്യത്തിന്റെ ഭാഗമായ CPIML, RSP, ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളെ പ്രതിഷേധത്തിനായി ക്ഷണിച്ചിട്ടില്ല. 24 ഡൽഹി. കേന്ദ്ര സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധിച്ച് കർണാടക സർക്കാർ. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. കർണാടക ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നുവെന്ന് സിദ്ധരാമയ്യ കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ സമരത്തിന് പൂർണ്ണ പിന്തുണയെന്ന് കോൺഗ്രസ് കർണാടക ഘടകം വ്യക്തമാക്കി. കോൺഗ്രസ് അധികാരത്തിൽ വന്നതിനു പിന്നാലെ സംസ്ഥാനം കടുത്ത അവഗണന നേരിടുന്നുവെന്നാണ് കർണാടക സർക്കാരിന്റെ പരാതി. നികുതി വീതം കേന്ദ്രം ന്യായമായി നൽകുന്നില്ലെന്നാരോപിച്ചാണ് കർണാടക സർക്കാരിന്റെ ഡൽഹിയിലെ സമരം. സംസ്ഥാനം കേന്ദ്രത്തിന് നൽകുന്ന നികുതി വിഹിതത്തിന് അർഹമായ തുക തിരികെ ലഭിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആരോപിച്ചു. കർണാടകയെ പ്രതിനിധീകരിക്കുന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് കൂടി പ്രവർത്തിക്കണമെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. We are asking for our rights. It is purely our right. Whatever the percentage we are supposed to get, we are getting only 13%. We don't let some other states also be benefited. I don't mind. തങ്ങളോട് ചെയ്യുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തേണ്ടത് തങ്ങളുടെ കടമയാണെന്നും നേതാക്കൾ പ്രതികരിച്ചു. ഡൽഹി ജന്തർ മന്ദറിലെ സമരത്തിൽ ഭരണകക്ഷി MPമാരും MLAമാരും MLCമാരും പങ്കെടുത്തു. 24 ഡൽഹി. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. ചട്ടവിരുദ്ധ ഇടപാടുകൾക്ക് തെളിവുണ്ടെന്ന് SFIU. മാസപ്പടി വിവാദത്തിൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം മരവിപ്പിക്കണമെന്ന ആവശ്യം കോടതി തള്ളി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്കും KSIDCക്ക് ഓഹരിയുള്ള CMRL കമ്പനിയും തമ്മിലുള്ള വിവാദ ഇടപാടാണ് SFIU അന്വേഷിക്കുന്നത്. CMRLന് പിന്നാലെ തിരുവനന്തപുരത്തെ KSIDCയിലും SFIU സംഘം ഇന്ന് പരിശോധന നടത്തി. SFIO സംഘം തിരുവനന്തപുരം KSIDCയിൽ റെയ്ഡ് തുടങ്ങിയതിന് പിന്നാലെയാണ് നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് KSIDC ഹൈക്കോടതിയെ സമീപിച്ചത്. തങ്ങൾക്ക് മുൻകൂർ അറിയിപ്പ് ലഭിച്ചിരുന്നില്ലെന്നും ഇങ്ങനെയൊരു അന്വേഷണത്തിന് ഉത്തരവിറങ്ങിയ കാര്യം അറിയില്ലെന്നും KSIDC ചൂണ്ടിക്കാട്ടി. കോർപ്പറേറ്റ് മന്ത്രാലയം ആവശ്യപ്പെട്ട രേഖകൾ നൽകാമെന്നും കുറച്ചു സമയം കൂടി വേണമെന്നും KSIDC വ്യക്തമാക്കി. വിഷയത്തിൽ എന്തെങ്കിലും ഒളിച്ചു കളിക്കാനുണ്ടോ എന്ന് KSIDCയോട് ചോദിച്ച ഹൈക്കോടതി ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭയക്കുന്നതെന്നും ആരാഞ്ഞു. പിന്നാലെ SFIO അന്വേഷണത്തിന് സ്റ്റേ വേണമെന്ന KSIDC ആവശ്യം കോടതി തള്ളി. ഇതിനിടെ CMRLലെ പരിശോധനയ്ക്ക് പിന്നാലെ SFIO സംഘം ഇന്ന് തിരുവനന്തപുരത്ത്
KICDCയിലും റെയ്ഡ് നടത്തി. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സംഘമാണ് പരിശോധന നടത്തിയത്. നേരത്തെ CMRLുമായി ബന്ധപ്പെട്ട ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ SFIOയ്ക്ക് ലഭിച്ചതായി വിവരം പുറത്തു വന്നിരുന്നു. ശ്രീകാന്ത്, 24, കൊച്ചി. ഭരണ തുടർച്ച ലക്ഷ്യമിട്ട പ്രഖ്യാപനങ്ങൾ. ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് വിഘടനവാദവും ഭീകരവാദവും വളർത്തിയത് കോൺഗ്രസ് ആണെന്ന് നരേന്ദ്രമോദി ആരോപിച്ചു. പിന്നാക്കക്ഷേമത്തിന്റെ പേരിൽ കോൺഗ്രസ് ഒഴുക്കുന്നത് മുതലക്കണ്ണീരാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. BJPക്ക് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മോദി ഗ്യാരണ്ടി പരാമർശവും ആവർത്തിച്ചു. बहुत ध्यान से सुन रहा था खड़गे जी उस दिन में और ऐसा आनंद आया, ऐसा बहुत कम मिलता है. लोकसभा में तो कभी कभी मिल जाता है, लेकिन आजकल वो दूसरी ड्यूटी पर है, तो मनोरंजन कम मिलता है. പിന്നാക്ക വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തുന്ന വാദങ്ങളെ പ്രധാനമന്ത്രി ഖണ്ഡിച്ചു. ജവഹർലാൽ നെഹ്റു സംവരണത്തിന് എതിരായിരുന്നു. അക്കാലത്ത് മുഖ്യമന്ത്രിമാർക്ക് എഴുതിയ കത്ത് കോൺഗ്രസിന്റെ പിന്നാക്ക വിരുദ്ധതയ്ക്ക് ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. और तब जाकर के मैं कहता हूं ये जन्मजात इसके विरोधी है. മോദി ഗ്യാരണ്ടിയെ ചോദ്യം ചെയ്യാനുള്ള ഒരടിസ്ഥാനാർഹതയും കോൺഗ്രസിനില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ അവരുടെ ശൈലിയിൽ ഇന്ത്യയിൽ കുടുംബാധിപത്യത്തിനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. മോദി 3.0 യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. हमारी सरकार का तीसरा टर्म दूर नहीं है. कुछ लोग इसे मोदी 3.0 कहते हैं. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപത്തെ അനുകൂലിച്ച് CPIM. സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾ അനുവദിക്കുമെന്നും അന്താരാഷ്ട്ര കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നുമുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് അതൃപ്തി. നയപരമായ തീരുമാനമായിട്ട് പോലും കൂടിയാലോചന നടത്താത്തതിലാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് പരാതി. വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപമാകാമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വിദേശത്ത് പഠിക്കാൻ പോകുന്നവർക്ക് ഇവിടെ സൗകര്യമൊരുക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ചോദിച്ചു. സുപ്രധാനമായ നയമാറ്റമായതിനാൽ ചർച്ച വേണമെന്നാണ് വകുപ്പിന്റെ നിലപാട്. കോൺക്ലേവ് നടത്തുന്നതിന്റെ ചുമതല ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നൽകാനുള്ള തീരുമാനവും ചെയർപേഴ്സണായ മന്ത്രി അറിഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട നയം പ്രഖ്യാപിക്കുമ്പോൾ വകുപ്പ് മന്ത്രിയുമായി ചർച്ച വേണം. നയപരമായ കാര്യങ്ങളെപ്പറ്റി മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്നായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഇപ്പം മറുപടി പറയേണ്ട ഒരു ബാധ്യത, നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. ധനകാര്യമന്ത്രി ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നയപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നടത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്ന നയസമീപനങ്ങൾ തീർച്ചയായിട്ടും അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ തീർച്ചയായും സ്റ്റേറ്റിൻ്റെ ശ്രദ്ധാപൂർവമുള്ള, ജാഗ്രതാപൂർവമുള്ള കരുതലോടുകൂടി തന്നെ കിട്ടാവുന്ന സാധ്യതകൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ധനമന്ത്രി KN ബാലഗോപാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറി. സ്വകാര്യ മൂലധനം ഉപയോഗിച്ച് കേരളത്തെ വളർത്തണമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പൊതുമൂലധനം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിനെയാണ് CPIM എതിർത്തത്. സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സാമൂഹ്യ നിയന്ത്രണത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മൂലധനത്തെ ഉപയോഗിക്കാവുന്നത് തന്നെയാണ് കാണുന്നത്. CPIM ഒരു കാലത്തും സ്വകാര്യ നിക്ഷേപത്തിന് എതിരല്ലെന്ന മുൻ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. വിദേശ സർവകലാശാലകൾ വരുന്നത് തടയാൻ ആർക്കും കഴിയില്ലെന്നും മാറ്റം അനിവാര്യമെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. 15 വർഷം മുമ്പ് UDF സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ എതിർത്തവർ ഇപ്പോൾ അംഗീകരിക്കുന്നു എന്ന് പറയാൻ മടിയെന്തിനെന്ന് രമേശ് ചെന്നിത്തല. 15 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിക്ഷേപം വേണമെന്ന് പറഞ്ഞപ്പോൾ എതിർത്തവർ ഇപ്പോൾ അതിനെ അംഗീകരിക്കുന്നത് പറയാനുള്ള മടി എന്താണ്? വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണം വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ കച്ചവടവൽക്കരിക്കുമെന്ന AISF സംസ്ഥാന സെക്രട്ടറി P. കബീർ പറഞ്ഞു.
ഈ നയവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും AISF. വിദേശ സർവകലാശാല പ്രഖ്യാപനത്തെ ABVP സ്വാഗതം ചെയ്തു. വിദേശ സർവകലാശാലകൾ വിദ്യാഭ്യാസ നിലവാരത്തിൽ കാതലായ മാറ്റമുണ്ടാക്കുമെന്ന ABVP വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. 24 തിരുവനന്തപുരം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കോടതിയുടെ സമൻസ്. ഈ മാസം 17-ന് റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാകണം. അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മാജിസ്ട്രേറ്റ് ദിവ്യ മൽഹോത്രയുടേതാണ് ഉത്തരവ്. 5 തവണ ആവശ്യപ്പെട്ടിട്ടും കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. കെജ്രിവാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒഴിഞ്ഞു മാറുകയാണെന്നും ED കോടതിയിൽ വാദിച്ചു. കെജ്രിവാളിന്റെ വിശദീകരണം നേരിട്ട് കേട്ട ശേഷം കോടതി അന്തിമ തീരുമാനമെടുക്കും. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ED നോട്ടീസ്. അടുത്ത ചൊവ്വാഴ്ച കൊച്ചിയിൽ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാംകുമാർ, ഇതിനു മുൻപ് ഹാജരാകാനാകില്ല എന്ന നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു ഡോക്ടർ തോമസ് ഐസക്. ഇപ്പോൾ വീണ്ടും ഹാജരാകാൻ ED ആവശ്യപ്പെടുമ്പോൾ ഇനി എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അനുജ, അടുത്ത ചൊവ്വാഴ്ച മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഹാജരാക്കാൻ സാധിക്കുന്ന രേഖകളെല്ലാമായി ഹാജരാകാനാണ് ഇപ്പോൾ തോമസ് ഐസക്കിന് ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് നോട്ടീസ് നൽകിയപ്പോഴൊക്കെ ഹാജരാകാൻ ഐസക് തയ്യാറായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസെത്തിയപ്പോഴും ഹാജരാകുന്നതിൽ എന്താണ് ബുദ്ധിമുട്ടുള്ളതെന്ന് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന ചൊവ്വാഴ്ച വീണ്ടും ഹാജരാകാൻ ED നോട്ടീസ് നൽകുമ്പോൾ തോമസ് ഐസക് ഹാജരാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മുൻപെല്ലാം ഒരു കാരണവശാലും ഹാജരാകില്ല, നിയമപരമായി നേരിടും എന്നായിരുന്നു ഐസക്കിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ ഈ ചൊവ്വാഴ്ച വീണ്ടും ഹാജരാകാൻ ED ആവശ്യപ്പെടുമ്പോൾ ഐസക് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കുമോ എന്നുള്ളതും കൗതുകമോടെ ഉയർത്തുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അതിൽ മുൻ ധനമന്ത്രി എന്ന രീതിയിൽ തനിക്ക് മാത്രമായിട്ട് ഒരു റോൾ ഇല്ലായിരുന്നുവെന്ന് ഐസക് പറയുക കൂടി ചെയ്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് വീണ്ടും ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. കിഫ്ബി മസാല ബോണ്ട് കേസിലാണ് അടുത്ത ചൊവ്വാഴ്ച ഹാജരാകാൻ ED ഡോക്ടർ തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചത്. അടുത്ത വാർത്ത, CBI അന്വേഷിക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ച് വന്ദനയുടെ കുടുംബം. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ CBI അന്വേഷണം തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് കുടുംബം. മകൾക്ക് 4.5 മണിക്കൂറോളം ചികിത്സ ലഭിച്ചില്ലെന്നും സത്യം പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നും പിതാവ് മോഹൻദാസ് പറഞ്ഞു. നമുക്ക് കൊന്നുകളഞ്ഞതാ, അല്ലാതെ എല്ലാവരും കൂടി കൊന്നുകളഞ്ഞതാ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ സത്യനീതി ജയിക്കാൻ വേണ്ടി ചെയ്യുക. അത് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ. മകളുടെ മരണത്തിൽ സംശയങ്ങളുണ്ടെന്ന് ഡോക്ടർ വന്ദനയുടെ പിതാവ് മോഹൻദാസ് ആരോപിക്കുന്നതിന് കാരണം FIR-ലെ പിഴവ് മുതൽ ചികിത്സ വൈകിയത് വരെയുള്ള കാര്യങ്ങളിലെ അവ്യക്തതയാണ്. സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. പോലീസ് രേഖകൾ തിരുത്തിയതും മകൾക്ക് 4.5 മണിക്കൂർ ചികിത്സ വൈകിയതും എന്തുകൊണ്ടെന്ന് അറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലെന്നും വന്ദനയുടെ പിതാവ്. അപ്പീൽ കൊടുക്കുന്നുണ്ട്. അത് അപ്പീൽ ഡിവിഷൻ ബെഞ്ചിലാണെങ്കിൽ തന്നെയും സത്യവും നീതിയും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. ഡിവിഷൻ ബെഞ്ചിൽ തന്നെ നമ്മുടെ അനുവദിച്ച് കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. കാരണം ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്ക് അറിയുവാനുള്ള ആഗ്രഹവും ലഭിക്കാനുള്ള നീതിയും കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം കോടതി തള്ളിയതോടെയാണ് സർക്കാരിനും പോലീസിനുമെതിരെ വന്ദനയുടെ പിതാവ് രംഗത്ത് വന്നത്. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും പിതാവ് മോഹൻദാസ് പറഞ്ഞു. മകളുടെ മരണത്തിന് പിന്നിൽ IMA നേതാക്കൾക്ക് പങ്കുണ്ടോ എന്ന് സംശയമുണ്ടെന്നും പിതാവ് ആരോപിച്ചു. കഴിഞ്ഞ വർഷം മെയ് 10 രാത്രി പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്ന സന്ദീപിന്റെ കുത്തേറ്റാണ് ഡോക്ടർ വന്ദന മരിച്ചത്. അരുൺ രാജ്, 24 കൊല്ലം. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ചരിത്രം രചിച്ച് ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ. ബൌളർമാരുടെ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ പേസറാണ് ബുംറ. വിശാഖപട്ടണം ടെസ്റ്റിലെ 9 വിക്കറ്റ് പ്രകടനത്തിന് പിന്നാലെയാണ് ബുംറ 4-ാം സ്ഥാനത്ത് നിന്ന് 1-ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയത്. ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളിലും ബൌളർമാരുടെ റാങ്കിങ്ങിൽ ഒരിക്കലെങ്കിലും 1-ാം സ്ഥാനത്തെത്തിയിട്ടുള്ള ആദ്യ താരമാണ് ബുംറ. നേരത്തെ 2020 ഏകദിന റാങ്കിങ്ങുകളിൽ ബുംറ 1-ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഈ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. പാകിസ്ഥാനിൽ പൊതുതെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെ ബലൂചിസ്ഥാനിൽ 2 സ്ഫോടനം. സ്ഥാനാർത്ഥികളുടെ ഓഫീസുകൾക്ക് സമീപമുണ്ടായ സ്ഫോടനങ്ങളിൽ 26 പേർ കൊല്ലപ്പെട്ടു, 42 പേർക്ക് പരുക്ക്.
കേരള കലാമണ്ഡലത്തിൽ ആർത്തവാവധി പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥി യൂണിയന്റെ അപേക്ഷ പരിഗണിച്ചാണ് ബിരുദാനന്തര ബിരുദ ഗവേഷണ കോഴ്സുകളിലെ വിദ്യാർത്ഥിനികൾക്ക് അവധി നൽകിയത്. അതിരപ്പള്ളിയിൽ ദമ്പതികളെ കാട്ടാന ആക്രമിച്ചു. കോയമ്പത്തൂർ സ്വദേശി സെൽവിക്ക് പരുക്ക്. പുൽപ്പള്ളിയിൽ വീണ്ടും കടുവാ ഭീതി. ആടിനെ കൊന്നു തിന്നു. മലപ്പുറം പാണ്ടിക്കാട് കടയിലേക്ക് പാഞ്ഞു കയറി കാട്ടുപന്നികൾ. കേരളം ആവശ്യപ്പെടുന്ന അരിവിഹിതം നൽകാതെ കേന്ദ്രം നേരിട്ട് അരി നൽകുന്നത് രാഷ്ട്രീയ പകപോക്കലെന്ന് മന്ത്രി GR അനിൽ. അരിവിലയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും മന്ത്രി GR അനിൽ 24നോട്. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഏക സിവിൽ കോഡ് പാസാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. ബില്ലിന് നിയമസഭയുടെ അംഗീകാരം ലഭിച്ചു. സ്ത്രീകളോടുള്ള അവഗണന അവസാനിപ്പിക്കാൻ നിയമം സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഇതിനോടകം തന്നെ ബില്ലിലെ ചില നിർദ്ദേശങ്ങളൊക്കെ വിമർശന വിധേയമായിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ബില്ല് പാസ്സായതിനു ശേഷം നടത്തിയ പ്രതികരണം എന്താണ്? അനുജ, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഉത്തരാഖണ്ഡിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. ഏക സിവിൽ കോഡ്, അത് ഉത്തരാഖണ്ഡ് നിയമസഭ ഇപ്പോൾ ബില്ല് പാസാക്കിയിരിക്കുകയാണ്. പ്രധാനമായും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഈ ബില്ല് പാസാക്കിയതിനു ശേഷം നടത്തിയ പ്രതികരണം സ്ത്രീകളോടുള്ള അവഗണന അവസാനിപ്പിക്കാൻ നിയമം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കി. വിവാഹമോചനം, സ്വത്തവകാശം എന്നിവയിൽ തുല്യത ഉറപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാതൃശക്തിയോടുള്ള അവഗണന അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തരം ഭരണഘടനാ നിർമ്മാതാക്കൾ ആർട്ടിക്കിൾ 44 പ്രകാരം സംസ്ഥാനങ്ങൾക്ക് ഉചിതമായ സമയത്ത് UCC അവതരിപ്പിക്കാൻ അവകാശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ചാണ് കരട് തയ്യാറാക്കിയതും അതിനുശേഷമുണ്ടായ ഇപ്പോൾ ബില്ല് പാസ്സാക്കുന്ന ഘട്ടത്തിൽ എന്നാണ് ഇപ്പോൾ പുഷ്കർ സിംഗ് ധാമി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും BJPയുടെ ഒരു പ്രധാനപ്പെട്ട നീക്കമാണ് UCC നടപ്പാക്കുക എന്നത്. നേരത്തെ തന്നെ BJP വ്യക്തമാക്കിയിരുന്നു ഉത്തരാഖണ്ഡ് മോഡൽ UCC മറ്റ് സംസ്ഥാനങ്ങളിലും നടപ്പാക്കാൻ ഒരു നീക്കം നടത്തുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അതിന്റെ ഒരു ആദ്യഘട്ട ചുവടുവയ്പ് തന്നെയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഉണ്ടായിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ ഒരു പ്രധാനപ്പെട്ട നിലപാട് തന്നെയാണ് UCC. അത് കഴിഞ്ഞ പല സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അത് BJP വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നു. ഏക സിവിൽ കോഡ് ഇപ്പോൾ ബില്ലിപ്പോൾ ഉത്തരാഖണ്ഡ് നിയമസഭ പാസ്സാക്കിയിരിക്കുന്നു. ഏക സിവിൽ കോഡ് പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനമായി അങ്ങനെ ഉത്തരാഖണ്ഡ് മാറിയിരിക്കുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ പ്രതികരണം അത് സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന തരത്തിലേക്കാണ് എന്ന പ്രതികരണമാണ് പുഷ്കർ സിംഗ് ധാമി നടത്തിയിട്ടുള്ളത്. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.